പ്രേക്ഷകർ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രകരണങ്ങൾ, തലക്കെട്ടുകൾ, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വ്യാഖ്യാനം കേട്ടു. പല പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു വിഹക വീക്ഷണം എന്നുള്ള നിലയ്ക്ക് ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ഇത്രയും പരിചയപ്പെടുത്തൽ വേണ്ടി വന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്തോത്രത്തിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രീ ലളിതാ സഹസ്രനാമം വാസ്തവത്തിൽ 320ഓളം ശ്ലോകങ്ങൾ അതിലുണ്ട്. അതിൻ്റെ പൂർവ്വഭാഗം അതെങ്ങനെ ഉണ്ടായി, ആർക്ക് പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഇത് ഇവിടുത്തെ പ്രചാരത്തിൽ വന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അതിൻ്റെ പൂർവ്വഭാഗത്തിലുണ്ട്. ഇത് 51 ശ്ലോകങ്ങളാണ്. അതിൻ്റെ മധ്യമഭാഗം എല്ലാവർക്കും അത് അറിയാം. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി തുടങ്ങി ശിവശക്തൈക്യരൂപിണി ലളിതാംബിക എന്ന് അവസാനിക്കുന്ന 1000 നാമങ്ങൾ ഉള്ളടങ്ങുന്ന 182 ശ്ലോകങ്ങളാണ് നമ്മൾ സാധാരണ എല്ലാവരും പാരായണം ചെയ്ത് ശീലമുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലശ്രുതി ഭാഗങ്ങളാണ്. അത് 85 ശ്ലോകങ്ങളാണ് ഈ ഫലശ്രുതി ഭാഗത്തിൽ ഉള്ളത്. ഈ സ്തോത്രഭാഗം ചൊല്ലുന്നതിന് മുമ്പേ നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലാറുണ്ട്. ഓം സിന്ദൂരാരുണ വിഗ്രഹാം തനയനാം തുടങ്ങിയ ശ്ലോകഭാഗങ്ങളാണത്. അത് ചിലർ ഒരു ശ്ലോകമേ ചൊല്ലാറുള്ളൂ, ചിലർ 4 ശ്ലോകങ്ങൾ ചൊല്ലും. അങ്ങനെ പൂർവ്വഭാഗം 51, അതിൻ്റെ സ്തോത്രഭാഗം 182 ശ്ലോകങ്ങളും ഒരു അർദ്ധശ്ലോകവും കൂടിയതാണ്. പിന്നെ അതിൻ്റെ ഫലശ്രുതി ഭാഗം 85 ശ്ലോകങ്ങളാണ്. ഇങ്ങനെയാണ് ഈ സ്തോത്രത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം. ഏറ്റവും സുപ്രസിദ്ധമായ സഹസ്രനാമങ്ങൾ 3 ഗണേശ സഹസ്രനാമം, ഇത് ഗണേശ പുരാണത്തിലാണ് ഉള്ളത്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായത് വിഷ്ണു സഹസ്രനാമം, ഇത് മഹാഭാരതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളത് ശ്രീ ലളിതാ സഹസ്രനാമം. ഈ 3നും നല്ല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഭാസ്കർ രായർ തന്നെ ഗണേശ സഹസ്രനാമത്തിനും അതുപോലെ ശ്രീ ലളിതാ സഹസ്രനാമത്തിനും സൗഭാഗ്യ ഭാസ്കരം എന്നുള്ള ഒരു അത്ഭുതകരമായ വ്യാഖ്യാനം ഉണ്ടാക്കി രചിച്ചു. വിഷ്ണു സഹസ്രനാമത്തിന് സാക്ഷാത് ആദിശങ്കരാചാര്യസ്വാമികൾ തന്നെ ഭാഷ്യം രചിച്ചു. ഇങ്ങനെ ഈ 3 സഹസ്രനാമങ്ങളും പ്രചാരത്തിലാണ് ഉള്ളത്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ എപ്പോഴും ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ എന്ന് തുടങ്ങി അതിൻ്റെ പൂർവ്വഭാഗം ചൊല്ലിയിട്ട് പിന്നെ സ്തോത്രഭാഗം ചൊല്ലിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതീദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മനഃ നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം എന്നൊക്കെ ഉള്ള അതിൻ്റെ ഫലശ്രുതി ഭാഗവും കൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. വിഷ്ണു സഹസ്രനാമം താരതമ്യേന ഇതിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലാം. കാലത്തിൻ്റെ ദൈർഘ്യം കൊണ്ടാകാം നമ്മൾ ഈ സ്തോത്രം ഈ പൂർണ്ണ രൂപത്തിൽ എന്നും ജപിക്കാത്തത്. അങ്ങനത്തെ ഒരു ശീലം കാണാറില്ല. നമ്മുടെ ആശ്രമത്തിലാണെങ്കിൽ അതിൻ്റെ നാമാവലിയായിട്ടാണ് നമ്മൾ അതിനെ ജപിക്കുന്നത്. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ളതിന് ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞൈ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ എന്നുള്ള നാമാവലിയായിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. നമ്മൾ വാമനാവതാരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. വാമനൻ ഒരു ചെറിയ ബ്രാഹ്മണ കുട്ടിയായിട്ട് വന്നു, ദാനം ചോദിച്ചു. മഹാബലി ചക്രവർത്തി ദാനം ചെയ്യാൻ പോയപ്പോൾ അത് ത്രിവിക്രമ അവതാരം എടുത്ത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു നിന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ചെറിയ രൂപത്തിൽ നിന്നും ത്രിവിക്രമനായിട്ട് അദ്ദേഹം മാറി.
അതുപോലെ ഒരു ചെറിയ ബീജത്തിൽ നിന്ന് വലിയ വലിയ ആൽവൃക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ ഈ മന്ത്രങ്ങളൊക്കെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോന്നും മന്ത്രമാണ്. മന്ത്രം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ ചിന്തിക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. മനനാത് ത്രായതേ ഭയാത്. ഒരു ഗുരു നമുക്ക് പറഞ്ഞു തന്നു, നീയും ഈശ്വരനും ഒന്ന്, ജീവാത്മ പരമാത്മാക്കൾ രണ്ടും രണ്ടല്ല എന്ന് പറഞ്ഞു തന്നു. എങ്കിലും നമുക്കത് അനുഭവവേദ്യമാകുന്നില്ല. നമുക്ക് പലപ്പോഴും അതിൽ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയ നിവാരണാർത്ഥം നമ്മൾ ശാസ്ത്രങ്ങളെ വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ്. ആ മനനാഭ്യാസത്തിന് ഏറ്റവും ഉതകുന്നതാണ് ഈ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങൾ. നേരത്തെ പറഞ്ഞ മാതിരി ഈ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് വരുന്നത്. പുരാണങ്ങൾ 18 മത്സ്യം, കൂർമ്മം, വരാഹം, ലിംഗം, ശൈവം, ബ്രാഹ്മം, സ്കാന്ദം, ബ്രഹ്മാണ്ഡം, നാരദം, ഭാഗവതം, പദ്മം, അഗ്നി, ബ്രഹ്മവൈവർത്തം, ഭവിഷ്യം, മാർക്കണ്ഡേയം, വിഷ്ണു, വാമനം, ഗാരുഡം എന്നൊക്കെയാണ് പുരാണങ്ങളുടെ പേരുകൾ. ഈ പുരാണങ്ങളിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉപസംഹാര കാണ്ഡത്തിലാണ് ഉള്ളത്. ലളിതോപാഖ്യാനത്തിലാണ് ഇത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ മന്ത്രകാണ്ഡം, ന്യാസകാണ്ഡം, പൂജാകാണ്ഡം, പുരസ്ചരണകാണ്ഡം, ഹോമകാണ്ഡം, രഹസ്യകാണ്ഡം, സ്തോത്രകാണ്ഡം എന്ന് 7 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് മന്ത്രങ്ങൾ, അതെങ്ങനെ ജപിക്കണം, എങ്ങനെ ദീക്ഷ മേടിക്കണം, ഗുരുമുഖത്തു നിന്ന് ദീക്ഷ മേടിച്ച് അതിനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ ജപിച്ച് അതിനെ പറ്റിയിട്ട് പറയുന്നതാണ് മന്ത്രഖണ്ഡം. ന്യാസഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി അവിടെ കൈ തൊട്ട് അതിന് ഉള്ള പ്രത്യേക മന്ത്രങ്ങൾ ജപിച്ച് നമ്മുടെ ശരീരം മുഴുവൻ ഈശ്വര ചൈതന്യം പ്രതിഫലിക്കുന്ന രീതിയിൽ ആക്കുന്നതാണ് ന്യാസകാണ്ഡം. പൂജാവിധികളെ പറ്റി പറയുന്നതാണ് പൂജാകാണ്ഡം. പുരസ്ചരണം, നമ്മൾ സ്വീകരിക്കുന്ന മന്ത്രത്തിനനുസരിച്ച് എത്ര ലക്ഷം ജപിക്കണം, അതിൽ 0.5 ഹോമം ചെയ്യണം, 0.5 അന്നദാനം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ക്രമങ്ങളെ പറ്റി പറയുന്നതാണ് പുരസ്ചരണ ഖണ്ഡം. ഹോമവിധികളെ പറയുന്ന ഹോമഖണ്ഡം. സ്ഥൂലമായിട്ടുള്ള രൂപം, സൂക്ഷ്മമായിട്ടുള്ള മന്ത്രസ്വരൂപം, അതിലും സൂക്ഷ്മമായിട്ടുള്ള പരമാത്മസ്വരൂപം എന്നൊക്കെ ഉള്ള തത്വങ്ങളെ വർണ്ണിക്കുന്നതാണ് രഹസ്യഖണ്ഡം. സ്തോത്രഖണ്ഡം എന്ന് പറയുന്നതാണ് 7ാമത്തെ ഖണ്ഡം. ഈ സ്തോത്രഖണ്ഡത്തിലാണ് ശ്രീ ലളിതാ സഹസ്രനാമം പറയപ്പെട്ടിരിക്കുന്നത്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഉദ്ഭവം, ശ്രീ ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി, ഇതാരാണ് ഉപദേശിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.